ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ അലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മഴക്കെടുതികളിൽ 3 മരണം. അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനും അമേരിക്കൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണം ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. പാർലമെന്റ് വ്യാഴാഴ്ചയാണ് ബില്ല് പാസാക്കിയത്. കർശനമായ ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുന്നതിലൂടെയും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിലൂടെയും പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, ശിക്ഷിക്കപ്പെട്ടവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടൽ തുടങ്ങിയ നിരവധി പ്രധാന വ്യവസ്ഥകൾ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആന്ധ്രാപ്രദേശ് കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ആന്ധ്രാപ്രദേശിലെ അലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 10,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിൽ ഓറഞ്ച് ജാഗ്രതയാണ്. മഴക്കെടുതികളിൽ കോട്ടയത്ത് 2 മരണവും ഇടുക്കിയിൽ 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്ന കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. മലയോര മേഖലയിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ജില്ലയിൽ വ്യാപകമായ മഴ ലഭിച്ചു തുടങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ആറളം കക്കുവാപ്പുഴ നിറഞ്ഞൊഴുകുകയാണ്. ഇതേ തുടർന്ന് ആറളം ഫാമിലെ 11, 13 ബ്ലോക്കുകളിൽ വെള്ളം കയറി ഈ പ്രദേശത്തെ ചില കുടുംബങ്ങളെ സമീപത്തെ അങ്കണവാടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഉളിക്കൽ പഞ്ചായത്തിലെ വയത്തൂർ മണിക്കടവ് പാലം മുങ്ങി. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 എണ്ണവും തുറന്നിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതൊരു അടിയന്തര സാഹചര്യവും നേരിടുന്നതിന് സജ്ജമാവാൻ മുഴുവൻ വകുപ്പുകൾക്കും ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. പാലക്കാട് ജില്ലയിലും മഴ ശക്തമായതിനെ തുടർന്ന് മലയോര മേഖലയിൽ സഞ്ചാരികൾക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തി. നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് മംഗലം ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. നെല്ലിയമ്പതി ഉൾപ്പെടെ ജില്ലയിലെ മലയോര മേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെയാണ് സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. മലമ്പുഴയിലെ കവയിലും പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. മംഗലം ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് 6 സ്പിൽവേ ഷട്ടറുകളാണ് 5 സെന്റിമീറ്റർ വീതം തുറന്നത്. മഴയുടെ തോതനുസരിച്ച് സ്പിൽവേ ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വരെ ഉയർത്താൻ സാധ്യതയുള്ളതിനാൽ അണക്കെട്ടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. റവന്യൂ മന്ത്രി, ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർമാർ എന്നിവരുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ചുമതല റവന്യൂ മന്ത്രിക്കാണ്. ഏത് സാഹചര്യവും നേരിടാൻ NDRF, പോലീസ് ഉൾപ്പെടെയുള്ളവർ സജ്ജമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും തെക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് റിപ്പോർട്ടെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 10 ഡാമുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിനം മത്സ്യബന്ധന മേഖലയ്ക്ക് നിരാശ. മോശം കാലാവസ്ഥ തിരിച്ചടിയായി. കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഭൂരിഭാഗം ബോട്ടുകളും കടലിൽ പോയില്ല. 52 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സീസണിന്റെ ആദ്യ ദിവസത്തിൽ ലേലവിളി ഉയരേണ്ട ഹാർബർ പരിസരം ശൂന്യമാണ്. ഒഡീഷയിൽ പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്നു. 100 കണക്കിന് ഗ്രാമങ്ങളിൽ ശക്തമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. പ്രളയബാധിത പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി വ്യോമ നിരീക്ഷണം നടത്തി ഇന്ന് വിലയിരുത്തും. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും അദ്ദേഹം മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യും.
ഹിരാക്കുഡ് അണക്കെട്ടിലെയും മിക്ക നദികളിലെയും ജലനിരപ്പ് ഉയരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്. വഴിതെറ്റിപ്പോയ യുവാക്കളെ ശിക്ഷിക്കുന്നതിന് പകരം രാഷ്ട്ര നിർമ്മാണത്തിന്റെയും ദേശീയ താൽപര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയായ പാതയിലേക്ക് നയിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി ജന്തർ മന്ദറിൽ തനിക്കെതിരെയും അന്തരിച്ച തന്റെ മാതാവിനെതിരെയും അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ ഉൾപ്പെട്ട കുട്ടികളോട് താൻ ക്ഷമിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിച്ച വിഷയത്തിൽ സമൂഹമാധ്യമ കമ്പനിയായ മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. അൽഗോരിതത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും ക്രമസമാധാന പാലനത്തിൽ കമ്പനിയുടെ പങ്കിനെപ്പറ്റിയും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സാങ്കേതിക തകരാറാണ് സംഭവത്തിന് കാരണമെന്ന് മെറ്റ അറിയിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ആ വിശദീകരണം അപര്യാപ്തമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഭോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. പരിപാടിയെക്കുറിച്ച് മൈ ഭാരത് സ്റ്റേറ്റ് ഡയറക്ടർ അഭയ് ശങ്കർ SR ആകാശവാണി വാർത്തകളോട്. രാജ്യത്തുടനീളമുള്ള 10,000-ഓളം കേന്ദ്രങ്ങളിൽ 1 കോടിയിലധികം യുവാക്കൾ ഈ പരിപാടിയിൽ പങ്കാളികളാകും. പ്രധാനമന്ത്രിയുടെ ലഹരി മുക്തി പ്രതിജ്ഞയോടെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമാകും. ഈ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിവിധ കലാസാഹിത്യ മത്സരങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ്. ജില്ലാ തലത്തിൽ നിന്ന് സംസ്ഥാന തലത്തിൽ വിജയിക്കുന്നവർക്ക് ഓഗസ്റ്റ് 14 ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് കോൺക്ലേവിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം നേടാനായി. അസ്മിത ഡേ, ഹർഷ് സിംഗ് എന്നിവരാണ് ജൂഡോയിൽ സ്വർണം നേടിയത്. ജാവലിൻ ത്രോയിൽ ഇരട്ട നേട്ടവും ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടായി. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളിയും യേശു സിംഗ് വെങ്കലവും നേടി. തേജസ്വിൻ ശങ്കർ ഡെക്കത്ലോണിൽ വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. പോയിന്റ് പട്ടികയിൽ ഇന്ത്യ നിലവിൽ 10ാം സ്ഥാനത്താണ്. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനും അമേരിക്കൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ഏറ്റുമുട്ടലിന് സജ്ജമാണെന്ന് മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമം പ്രതികരിച്ചു. ഇറാൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പ്രതികരണം. ലോക മുലയൂട്ടൽ വാരാചരണത്തിന് ഇന്ന് തുടക്കം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് രാജ്യവ്യാപക വാരാചരണം. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രധാന അതിർത്തി വ്യാപാര പാതയായ സിക്കിമിലെ നാഥുല ചുരം വരെയുള്ള വാണിജ്യ ബന്ധം ഇന്ന് പുനരാരംഭിക്കുന്നു. കോവിഡ് മഹാമാരിയെ തുടർന്ന് 2020 നിർത്തിവെച്ച വ്യാപാരം 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സജീവമാകുന്നത്. അതിർത്തി വ്യാപാരം പുനരാരംഭിക്കുന്നത് അംഗീകൃത വ്യാപാരികൾ, തൊഴിലാളികൾ എന്നിവർക്ക് ഏറെ ഗുണകരമാകും. UK പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആന്റി ബർണമുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. സാങ്കേതികവിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനും ഇന്ത്യ UK സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കാനും ഇരുവരും തീരുമാനിച്ചതായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്വാതന്ത്ര്യ സമര സേനാനിയിൽ ലോകമാന്യ ബാലഗംഗാധര തിലകിന്റെ ചരമവാർഷികത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ദിശാബോധം നൽകിയ മുൻനിര നായകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹമെന്ന് ശ്രീ അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ അലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 18,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മഴക്കെടുതികളിൽ 3 മരണം. അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനും അമേരിക്കൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണം ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.